കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
ജലക്ഷാമം എന്തുകൊണ്ടവിടെ കുടിവെള്ളം ഇല്ലാതാകുന്നു, പിന്നെ എന്തുകൊണ്ട് അവിടുത്തെ ചെടികൾ വാടുന്നു, എന്തുകൊണ്ട് തെങ്ങിൻ്റെ ഓലയുടെ മട്ട ഒടിഞ്ഞു വീഴുന്നു, എന്തുകൊണ്ട് പിന്നെ അവിടുത്തെ ചെടികളുടെ ഇലകൾ ചെറുതായി വരുന്നു, മുൾച്ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ കൂടുതൽ വളരുന്നു. പല രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നും നല്ല ഭീഷണി ഉണ്ടായിരുന്നു. നല്ല ഭീഷണി എന്ന് പറഞ്ഞാൽ എനിക്ക് പാലക്കാട് ജീവിക്കാനൊക്കാത്ത ഭീഷണി ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ പരിഷത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തക കമ്പനിയായിട്ട് മാറി, ചിലരുടെ താല്പര്യങ്ങളിലേക്ക് മാറി, വ്യക്തി താല്പര്യങ്ങളിലേക്ക് പരിഷത്ത് മാറിയതോടുകൂടി ആ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ അത്യാവശ്യം നമ്മൾ മാറി നിന്നു. ഒരു സമരം മൂലം, ജലസമരം മൂലം ജനങ്ങളിലേക്ക്, ഇന്ത്യയിലല്ല ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും ഒരു അവബോധം സൃഷ്ടിക്കാൻ കൊക്കോകോള കമ്പനി കഴിഞ്ഞു. ജലക്ഷാമം എന്തുകൊണ്ടവിടെ കുടിവെള്ളം ഇല്ലാതാകുന്നു, പിന്നെ എന്തുകൊണ്ട് അവിടുത്തെ ചെടികൾ വാടുന്നു, എന്തുകൊണ്ട് തെങ്ങിൻ്റെ ഓലയുടെ മട്ട ഒടിഞ്ഞു വീഴുന്നു, എന്തുകൊണ്ട് പിന്നെ അവിടുത്തെ ചെടികളുടെ ഇലകൾ ചെറുതായി വരുന്നു, മുൾച്ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ കൂടുതൽ വളരുന്നു. ഇതെല്ലാം അന്നത്തെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഓരോ ചെടികളും ഓരോന്നിനെയും നമ്മൾ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കാഴ്ചകളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിന് ശേഷം വന്ന് വെള്ളത്തിനകത്തുള്ള കണ്ടാമിനേഷനെ പറ്റിയൊന്നും എനിക്ക് വെള്ളത്തിന് കറുപ്പ് നിറമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. കാരണം വെച്ചാൽ എനിക്കറിയാവുന്ന ഭാഗം അതിനകത്ത് പിന്നെ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടുതലുണ്ട്, അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട്. ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ള ഇതുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് സർവേ ചെയ്യിപ്പിച്ചു, അവർ കണ്ടെത്തി. കാരണം വെച്ചാൽ അന്ന് സർവേ കിറ്റും വാട്ടർ കിറ്റിനുള്ളതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്തത്. ക്യാമറ ഓണാക്കി. അവന് വട്ടാണ്, വേറെ പണിയൊന്നുമില്ല അവന്. ഇപ്പം വന്നിട്ട് അവനിപ്പം സ്കൂളിലേക്ക് വന്നതിൻ്റെ സമയത്തുള്ള ഒരു കുഴപ്പമാണ്. ഇതൊന്നും വേറെ പണിയൊന്നുമില്ല. അവൻ അവിടുത്തെ പ്ലാച്ചുമടയിൽ പോയി നന്നാക്കാൻ പോകേണ്ടെന്ന് ആവശ്യം വല്ലതും ഉണ്ടോ? ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ തല്ല് കിട്ടാനുള്ള ഇടപാടുകളെല്ലാം ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ്. അന്ന് നമുക്ക് സ്കൂളിൽ നിന്നും സത്യമായിട്ട് ഒരു സപ്പോർട്ട് ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല. ഒറ്റ സപ്പോർട്ട് കിട്ടി. ആകെ നമ്മൾക്ക് സപ്പോർട്ട് എന്ന് പറയാൻ, ഞാൻ ആ സയൻസ് കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച അതാണ് നമ്മൾക്ക് വളരെ അത് തീയായിട്ട് വന്നത്. അന്നത്തെ ആ ഒരു ചർച്ചയും അതിനുശേഷം എല്ലാവരും വന്ന് നമ്മളോട് ഈ ചർച്ച ചെയ്യുന്നത്. പിന്നെ ആൾക്കാരുടെ ഇൻ്റർവ്യൂകളുടെയും ഓരോരുത്തരുടെ ചർച്ചകളും മറ്റ് പത്രക്കാരുടെയും എല്ലാവരുടെയും വരവും എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്കന്നേരം പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ ഞാനൊരു കൊക്കോകോള കമ്പനി വന്നതുകൊണ്ട് ആ കമ്പനിയെ എതിർക്കാനായിട്ടോ ഉള്ളതൊന്നുമല്ല. വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ മുന്നിൽ കണ്ട ഒരു കാഴ്ചയെ ഞാൻ ഇവിടെ എഴക്കാട് നടന്ന സയൻസ് കോൺഗ്രസ്സിൽ അവതരിപ്പിക്കും. നിങ്ങളുടെ പ്രദേശത്ത് പ്രാദേശികമായിട്ട് നിങ്ങളുടെ പ്രദേശത്ത് നടന്ന എന്തെങ്കിലും പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വേദിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയി ചർച്ചയിൽ ഉണ്ടായ ഒരു തീപ്പൊരിയാണ് ഇതിലേക്ക് എത്തിയത്. നമ്മൾ കാണുന്ന ബോധതലത്തിലല്ല അവരിയ്ക്കുന്നത്. ആ ബോധതലം അധ്യാപക മേഖലയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണെന്നേ പറയാനുള്ളൂ. ആ ബോധതലത്തിലേക്ക് വളരെ കുറച്ച് അങ്ങനെയുള്ള അധ്യാപക വളരെ ന്യൂനപക്ഷമാണ്. അവരെ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പേ ഒറ്റപ്പെടുത്താനും അവർക്ക് മറ്റു പ്രവർത്തനങ്ങൾക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളെ എല്ലാവരും നടത്തും. ഞാൻ പഞ്ചായത്ത് തലത്തിലൊന്നും ചർച്ച കൊടുത്തിട്ടില്ല. ഇല്ല. കാരണം വെച്ചാൽ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവരതിനെ സമീപിക്കാനോ അവരിത് ചോദിക്കുന്നതിനോ
ഇത് പിന്നീട് ഈ കോളയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയുന്നതിനോ ഒരാൾ സമീപിക്കുകയോ, കുറേ പത്രക്കാരും മറ്റ് മീഡിയാസും കുറേ പേര് സംസാരിച്ചല്ലാതെ ഇതിനെ സംബന്ധിച്ച് വേറെ ഒരാൾ പോലും സംസാരിക്കുന്നതിനായിട്ട് പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കൾ ഷൺമുഖാസ്, പിന്നെ ആറുമുഖൻ, വിളയോടി ശിവേട്ടൻ, ശിവൻകുട്ടി, ഇവരെ പോലുള്ളവർ ഞങ്ങൾ ചർച്ച ചെയ്യും നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മളൊരു മാഷ് എന്നുള്ള നിലയിൽ നമുക്ക് ഈ മേഖലയിലൊക്കെ നമുക്ക് ഇടപെടണം, ഈ തരത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യണം എന്ന് നമ്മുടെ സജഷൻസ് പറയും. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ ഒരു പഞ്ചായത്തിൽ നിന്നോ നമുക്ക് യാതൊരു വിധമായ ചോദ്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നോ ഒന്നും ഒരു സ്കൂളിൽ നിന്നുള്ള ഒരു അധ്യാപകരിൽ നിന്നോ നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത്തരത്തിലുള്ള ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ഈ വിഷയം അറിഞ്ഞെങ്കിൽ ഇന്ന് വരെ ഇതിനെപ്പറ്റി ഒരു കാര്യം പോലും ഒരു അധ്യാപകനാണ് ഈ കൊക്കോക്കോളയുടെ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചതെന്നുള്ള ഇന്ന് വരെ പോലും ഒരു ചർച്ചയിൽ പോലും കൊണ്ടുവന്നിട്ടില്ല. എനിക്കങ്ങനെ അങ്ങനെ അവരിൽ നിന്നും കൊണ്ടുവന്ന് എനിക്ക് ആകേണ്ടെന്ന താല്പര്യമില്ല. എനിക്ക് പറയേണ്ടുന്ന കാര്യം ഞാൻ ഓപ്പണായിട്ട്, ഞാൻ ഫ്രാങ്കായിട്ട് പറയും. എൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഞാൻ വളരെ ഫ്രാങ്കായിട്ട് നമ്മൾ ചെയ്യും. പല രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നും നല്ല ഭീഷണി ഉണ്ടായിരുന്നു. നല്ല ഭീഷണി എന്ന് പറഞ്ഞാൽ എനിക്ക് പാലക്കാട് ജീവിക്കാനൊക്കാത്ത ഭീഷണി ഉണ്ടായിരുന്നു. പല വ്യക്തികളിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നു, വളരെ ശക്തമായ ഭീഷണി ഉണ്ടായിരുന്നു. എനിക്ക് പാലക്കാട് നിന്നും തിരിച്ചു പോകുമോ എന്ന് പോലും തോന്നുന്ന തരത്തിലേക്ക് എൻ്റെ സാഹചര്യങ്ങൾ മാറി. അത് എന്നെ ഒരുപാട് അലട്ടിയ കുറേ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് അത് വിശദീകരണത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ അത് വിശദീകരണം എനിക്ക് നാളെ ഇവിടെ ജീവിക്കണ്ടെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ റിട്ടയർഡായി 58 വയസ്സാകുന്നു, 57 വയസ്സ് കഴിഞ്ഞ് 58 വയസ്സാകുന്നു. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ചർച്ചയിലേക്കാണ് കൊണ്ടുവന്നത്, എനിക്ക് ഭീഷണി ഒരുപാട് തരത്തിലുണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന റൂമിൽ ഭീഷണികളുണ്ടായിരുന്നു. എന്നെ പ്രദേശത്തുള്ള നല്ല സംഘടനാ തലത്തിലുള്ള ഉയർന്ന ആൾക്കാർ പലതരത്തിലുള്ള ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമെന്ന് കാരണം വെച്ചാൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് ഇടപെട്ടത്. അവരുടെ ഭീഷണിയുടെ മുമ്പിൽ അത് പിന്നെ ഒരു ഇന്ന വ്യക്തി ഇന്നതെന്ന് പറയുന്നതിനോട് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അതിൻ്റെ 2 പാർട്ട് പറയാം. ഈ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പാരിസ്ഥിതിക ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായിട്ട് നിന്നു. അതിനുശേഷം അത് പരിഷത്തിൻ്റെ പ്രവർത്തന രീതികളിൽ എല്ലാം ചില വിയോജിപ്പുകൾ. ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം പരിഷത്തിൽ നിന്നും എന്നെ പുറത്താക്കിയ ഒരാളാണ്. എന്താ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തെരുവ് നാടകത്തിൽ പാടിയിട്ടുണ്ട്, ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ, മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ, തന്നെത്താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കൾ എന്ന് എന്നെ പഠിപ്പിച്ച സംഘടന ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ ഓരോ ജനങ്ങളും ഓരോ പരിഷത്തുകാരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ പരിഷത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തക കമ്പനിയായിട്ട് മാറി, ചിലരുടെ താല്പര്യങ്ങളിലേക്ക് മാറി, വ്യക്തി താല്പര്യങ്ങളിലേക്ക് പരിഷത്ത് മാറിയതോടുകൂടി ആ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അത്യാവശ്യം നമ്മൾ മാറി നിന്നു. അതൊരു ജനാധിപത്യമില്ലാത്ത ഒരു സംഘടനയായിട്ട് മാറി. ചില വ്യക്തികളിലേക്ക് പരിഷത്ത് മാറിയതോടുകൂടി ആ സംഘടനയ്ക്ക് അധപ്പതനം വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, ഞാൻ എൻ്റേതായ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നെന്നല്ല, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാരിസ്ഥിതിക പ്രവർത്തനത്തിന് ഒരവസാനമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇവിടങ്ങളിലുള്ള നമ്മൾ വെറും പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു മരം വെപ്പ് മാത്രമല്ല. പരിസ്ഥിതി എന്ന് പറയാൻ നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു, എന്തൊക്കെ തിരിച്ചറിയാൻ ജനങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പോഴെന്താ ചെയ്യുന്നത്, ജൂൺ 5 എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ടുവന്നാൽ പഴയ കുഴിക്കകത്ത് വീണ്ടും ഒരു മരം വെക്കും, 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ആ കുഴിക്കകത്ത് അടുത്ത മരം വെക്കുന്ന ഒരു സമ്പ്രദായം നൽകുക. അത് ജനങ്ങളിലേക്കും അവരവരുടെ മനസ്സിലേക്ക് എത്തണം, എന്താണ് പാരിസ്ഥിതിക അവബോധം എന്നുള്ളത്. ആ അവബോധത്തിൽ ഞാൻ എത്തിച്ചേർന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഗാർഡനും ഇങ്ങനെ ചെടികളെ സ്നേഹിക്കുകയും ഇങ്ങനെ പരിസ്ഥിതിയുടെ സ്നേഹത്തെപ്പറ്റി ജനങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ ചെടി കച്ചവടമുണ്ട്, സെയിലും ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ
ഇവിടെ ചെടികളെല്ലാം കുറേ ഫ്രീ ആയിട്ട് കൊടുക്കും, ആൾക്കാർക്ക് വെറുതെ കൊടുക്കും. നമ്മൾ നോക്കട്ടെ, നമ്മുടെ മനസ്സിലേക്ക് ഒരു പച്ചപ്പ് കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആ കുളിർമ വരും. നമ്മളൊരു മരം വെക്കുമ്പോഴേ, നമ്മൾ ആദ്യം മരം വെക്കുമ്പോൾ മരം വെക്കുന്നതിന് ആദ്യം സ്വപ്നം കാണും അല്ലേ? നമ്മൾ സ്വപ്നം കാണും, ആ മരം വളർന്നു, ആ മരത്തിനകത്ത് കുറേ കിളികൾ വന്നിരുന്നു, കുറേ അണ്ണാറക്കണ്ണന്മാർ, കുറേ പക്ഷികൾ കുറേ ഇരുന്നു. അങ്ങനെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര പേർക്ക് തണൽ കൊടുക്കും, എത്ര പേരുടെ ഭക്ഷണം ആകുന്നുണ്ട് അതിലെ കായ്കളുമൊക്കെ, എത്ര പേർക്ക് അതിൻ്റെ ഓക്സിജൻ ശ്വസിച്ച് അവരെത്ര പേർക്ക്. ഈ ബോധം ജനങ്ങളിലേക്ക് എത്തണം. ആ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊരു പാരിസ്ഥിതിക പ്രോബ്ലം നമ്മുടെ ഇവിടേക്ക് വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഉടർത്തുകൊണ്ടാണ് പ്ലാച്ചിമട എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ പാരിസ്ഥിതിക വിഷയങ്ങൾ അവിടുത്തെ ഈ കമ്പനി ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന രൂക്ഷത എന്താണെന്ന് എൻ്റെ മനസ്സിൽ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞതാണ് അവിടെ കണ്ടത്. എന്നാൽ അന്ന് പരിഷത്തുകാരോ ഒരാൾ പോലും, പരിഷത്തിൻ്റെ പല സുഹൃത്തുക്കളുടെ അടുത്ത് ഇത് ചർച്ച ചെയ്തിട്ട് പോലും അതിനെ അവർ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒന്ന് മേഖലയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഒരു പ്രദേശം, ആ പ്രദേശത്തുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ആ വിഷയങ്ങളെപ്പറ്റി കൂടുതലായിട്ട് മറ്റുള്ളവർ അറിവ് ഉണ്ടായെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത് എൻ്റെ പാരിസ്ഥിതിക പ്രവർത്തനം എന്താണെന്നോ പാരിസ്ഥിതിക ബോധം എന്താണെന്നോ അന്നുള്ളവർക്ക് അറിയില്ലായിരുന്നു. അതും ഒരു ഘടകമാണ്. കാരണം വെച്ചാൽ ഞാൻ വന്നത് 98-ലാണ്, 2000-ലാണ് ഈ വിഷയം. ഞാനൊരു പുതിയ ആദ്യം വരുന്ന ഒരാളാണ്. അവർക്കിതിനെപ്പറ്റി അതെന്തോ ഒരാൾ പറഞ്ഞു എന്നുള്ളതിനപ്പുറമായിട്ട് വേറെ അവർക്ക് അത് ചർച്ച ചെയ്യുന്നതിനൊന്നുമില്ല. പരിഷത്തൊന്നും ആ വിഷയത്തിൽ പിന്നെ ഇടപെട്ടതേ ഇല്ല. പ്ലാച്ചിമട സമരവുമായിട്ട് ബന്ധപ്പെട്ട് പരിഷത്ത് അക്കാര്യത്തിൽ ഒരു ഇടപെടലും ഇല്ല. അവസാനം കണ്ട ഒരു ജാഥയ്ക്കോ എന്തെങ്കിലും 1-2 പേര് വന്നു, ചർച്ചയിൽ വന്നു എന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരിടപെടൽ ഉണ്ടായിട്ടില്ല. അത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ പരിഷത്തിനകത്തുള്ള ജനാധിപത്യ ബോധം ഇല്ലായ്മയാണ്. ചില വ്യക്തികളിലേക്ക് പരിഷത്ത് ചുരുങ്ങിപ്പോയി. ആ വ്യക്തികളിലേക്ക് പരിഷത്ത് ചുരുങ്ങിപ്പോയതോടുകൂടി സങ്കലന ജനാധിപത്യ ബോധം ഇല്ലായ്മയായി. അപ്പോഴും മറ്റുള്ളവർ പറയുന്നതിനെ കേൾക്കലല്ല അവരുടെ ആവശ്യം. ഞങ്ങൾക്ക് നേതൃത്വത്തിൽ എങ്ങനെ ഞാനൊരു പാരിസ്ഥിതിക പ്രവർത്തകനാണ് എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഫ്രെയിം കാണിക്കുക എന്നുള്ളതിനപ്പുറം അവരുടെ ഉള്ളിൽ നിന്നൊരു പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ വന്നിട്ടില്ല. ആ വരാത്തതിൻ്റെ കാരണമാണ് ഈ പ്ലാച്ചിമട പോലും ഏറ്റെടുക്കാനോ ഈ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇതിനെ സംസാരിക്കുന്നതിനോ ഒരാൾ പോലും ഇല്ലാതിരുന്നത്. അത് ഏതെങ്കിലും ഒരു പ്ലാച്ചിമട എന്നുള്ള എനിക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഞാൻ സ്ഥലനാമവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത് ആയിരിക്കാം. പക്ഷേ പ്ലാച്ചി അവിടെ കൂടുതലായിട്ട് ഞാൻ കാണുന്നില്ല. പ്ലാച്ചി എന്ന് പറഞ്ഞ ചെടി എനിക്കറിയാം. അത് ഒരു മഴക്കാടിലെ സസ്യമാണ്. പിന്നെ അവിടുത്തെ വെറ്റ്ലാൻഡ് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആ പ്ലാച്ചി ഉണ്ടോ എന്ന് എനിക്കറിയാം. ഭയങ്കര ട്രൈ ഉള്ളിടത്ത് പ്ലാച്ചി വളരുന്നത് കുറവായിരിക്കും. പക്ഷെ പണ്ട് നല്ല കൃഷിഭൂമിയായിരുന്നു അവിടെ, നല്ല കൃഷിഭൂമിയായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ എല്ലാവർക്കും പറഞ്ഞില്ലേ, എനിക്കും പണം കിട്ടും എന്നുള്ള ഒരു രീതിയിലേക്ക് അവസാനം പോയി. എല്ലാ കൃഷിക്കാർക്കും ഇവിടെ കേന്ദ്ര സർക്കാർ ഇവിടെ കൊക്കോള കമ്പനി ഇത്ര കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ആൾക്കാരെല്ലാവരും സമരത്തിന് ഞങ്ങൾക്കൊക്കെ ഇത്ര കിട്ടും. അതൊക്കെ ഓരോ വ്യക്തി താല്പര്യങ്ങളിലേക്കും അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്കും പോയി എന്നുള്ളതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. സമരപ്പന്തലിലെ ഓല ഷെഡ് പോലുള്ള കാര്യം അറിയാം. എപ്പോഴും അവിടെ ഒരു മാഷെന്നുള്ള ഒരു കാഴ്ചക്കാരനായിട്ടായിരിക്കും ഞാൻ എപ്പോഴും പോകുന്നത്. അല്ല അവിടെ പോയി ഇതിൻ്റെ കണ്ടെത്തിയ ആളോ അങ്ങനെയുള്ള, വെറുതെ അവരുടെ കൂടെ ഇപ്പോൾ പോയിരിക്കും, ഒരുമായിട്ട് ഇത്തിരിയേറെ സംസാരിക്കും എന്നുള്ളതിനപ്പുറം പിന്നെ പ്രദേശത്തിലുള്ള പാവങ്ങളായിട്ടുള്ള അവിടെ ഉള്ള ആൾക്കാരാണ് ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജീവിക്കുന്നവരാണ്. അന്നത്തെ ഭക്ഷണത്തിന് പോലും കിട്ടാതെ ആ സമരപ്പന്തലിൽ കിട്ടി. അല്ലാതെ ഒരൊറ്റ രാഷ്ട്രീയക്കാരും മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് സമരത്തിന് വേണ്ടി ചെയ്യും. എല്ലാവരും മേധാ പട്കറെ പോലുള്ളവരോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ 10 പേര് ഞങ്ങളുടെ പാർട്ടിയും കൂടെ ഉണ്ടെന്നും പറഞ്ഞ് വന്ന് നിൽക്കുന്നുള്ളതല്ലാതെ. പിന്നെ സമരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട കുറേ പേരുണ്ട്. ആ സമരത്തിന് വേണ്ടി മാസങ്ങളോളം അവിടെ താമസിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് ഭക്ഷണം ഇല്ലാത്ത അവർക്ക് ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടി നിർത്തിയ ഒരുപാട് പേരുണ്ട്. അതുപോലെ അവിടെ നിന്നല്ലാതെ പല ജില്ലകളിൽ നിന്നും വന്ന് ക്യാമ്പ് ചെയ്ത് സമരത്തിന് വേണ്ടി നിന്ന കുറേ പേരുണ്ട്.
അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കണം. അവരൊന്നും ഒരു ലാഭത്തിന് വേണ്ടി അല്ല. ഒരു കേരളം നേരിടുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം, ഒരു ആഗോള കമ്പനിക്കെതിരെ നടത്തുന്ന ഒരു സമരം, അതിൽ എൻ്റെയും പങ്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു വന്നവരാണ്. അങ്ങനെ കുറേയേറെ പേരുണ്ട്. അതിൽ ഇന്ന രാഷ്ട്രീയമൊന്നുമില്ല, ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ വന്നു, അവരുടേതായ പങ്കുകൾ വഹിച്ചു. സമരപ്പന്തലിന് ഞാനും ഒരു നേരം ഇരുന്നാൽ ആ സമരത്തിനൊരു പിന്തുണയായി. അങ്ങനെയാണ് പലരും വന്നത്. അല്ലാതെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു സഹായവും ചെയ്തിട്ടില്ല. അവർ പിന്നീടെല്ലാം ഞാനും ഇതിൻ്റെ പിന്നാലെയുണ്ട്, ഞാനും ഉണ്ട് എന്നുള്ളത് പറഞ്ഞല്ല. അവിടുത്തെ ജനങ്ങളും കുറച്ച് പരിസ്ഥിതി പ്രവർത്തകരുമാണ് ഈ സമരത്തിന് വേണ്ടി അഹോരാത്രം നിന്നിട്ടുള്ളത്. ആറുമുഖനെ പോലെ, ഷൺമുഖദാസിനെ പോലെ, വിളയോടി ശിവൻകുട്ടിയെ പോലുള്ളവർ, പിന്നെ ഒരു വിളയോടി വേണുഗോപാൽ ഉണ്ട്. അവരെ പോലുള്ളവരൊക്കെ സമരത്തിന് വേണ്ടി, ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ ലൈനായിരിക്കുമെങ്കിൽ പോലും പല സമരത്തിൽ എല്ലാവരും ഒന്നിച്ച് നിന്നു. മൈലമ്മയെ ഞാൻ മിക്കവാറും കാണുമായിരുന്നു. മൈലമ്മയ്ക്ക് എന്നെ അറിയായിരുന്നു. ഞങ്ങൾ മാഷാണെന്നുള്ളതിനപ്പുറം ഇതിൻ്റെയൊക്കെ ഈ ചർച്ച ഇതൊക്കെ കൊണ്ടുവന്ന ആളാണെന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. അന്നും ഞാനങ്ങനെ അതിനുവേണ്ടി പറയുന്നതിനോ ഇവിടെ ഇത്രയും വിഷയം നടക്കുമ്പോഴോ ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് ഈ കൊക്കക്കോള പ്രശ്നം ഇവിടെ എത്തിച്ചത് ഞാനാണെന്നോ പറയുന്നതിന് ഞാൻ ഒരിക്കലും എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. ഞാനതിൻ്റെ പിന്നിൽ നിന്ന് ഇതിൻ്റെ കാഴ്ചകളെ കണ്ട് ഓരോരുത്തരുടെ നമ്മൾക്ക് ആ സമരം ഇനി എന്താവുമെന്ന് മനസ്സിലെത്തുന്നുണ്ടായിരുന്നു. ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കനെ ഞാൻ അവിടെ പോകും സമരത്തിൻ്റെ അവിടെ കാണും, പന്തലിൽ കുറച്ച് നേരം ഇരിക്കും. അല്ല ഒരു ചർച്ചയിലോ ഒന്നിലും ഞാൻ പങ്കെടുക്കാനായിട്ടൊന്നും നിൽക്കാറില്ല. ഞങ്ങൾ സംസാരിക്കും ഷൺമുഖദാസുമായിട്ടും നമ്മുടെ ആറുമുഖനുമായിട്ടുമൊക്കെ സംസാരിക്കും, ശിവേട്ടനുമായിട്ടൊക്കെ സംസാരിക്കുന്നതിനപ്പുറം നമ്മളതിനകത്ത് പൂർണ്ണമായിട്ടും സമരപ്പന്തലിൽ ഒരു പൂർണ്ണമായി ഇൻവോൾവഡ് ആയ ഒരാളല്ലായിരുന്നു ഞാൻ. പ്ലാച്ചിമട സമരം നമ്മൾ അതിൻ്റെ 2 തലം കാണണം. 2 തലം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സമരം അവിടുത്തെ നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു? ജലചൂഷണത്തിനെതിരെയായിരുന്നു സമരം, അല്ലേ? ആ ജലചൂഷണത്തിനെതിരെയായിട്ടുള്ള സമരം നമ്മൾ എന്ത് ചെയ്തു? വിജയിച്ചു എന്ന് പറയും. പക്ഷെ രണ്ടാമത്തെ കാര്യം, കൊക്കക്കോള കമ്പനി എവിടെയും പ്രവർത്തിച്ചിട്ടുള്ളത് 5 വർഷത്തിൽ കൂടുതലില്ല. അവർക്ക് മാക്സിമം ഉൽപ്പാദനം എടുത്ത് അവർ നേരെ ശിവഗംഗയിലേക്കോ വേറെ എങ്ങോട്ടേക്കോ പോയി. പിന്നെ മൂന്നാമത്തെ കാര്യമുണ്ട്, ഈ കമ്പനി യഥാർത്ഥ രജിസ്റ്റേർഡ് ആയിരുന്നു. എനിക്കിപ്പോഴും അറിയില്ലാത്ത കാര്യമാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും ഒരു രജിസ്റ്റർ ചെയ്ത് എനിക്കെപ്പോഴും അത് സംശയത്തില്ല. ആ കമ്പനി ആദ്യം പ്രൊഡക്ഷൻ ചെയ്യുന്ന എങ്ങനെ ടെസ്റ്റിംഗ് പ്രൊഡക്ഷനായിട്ടാണ് നടത്തിയത്. എനിക്കതിൻ്റെ കൂടുതൽ വിശദാംശം എനിക്ക് പറയാൻ കഴിയുന്നില്ല. ആ കമ്പനി 1.5 വർഷം കണ്ട് ടെസ്റ്റിംഗ് പ്രൊഡക്ഷനായിട്ടാണ് നടത്തിയത്. അപ്പോൾ അവിടെയൊക്കെ ചതിക്കപ്പെട്ടവരാരാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പം സമരം പരാജയം തന്നെയെന്ന് പറയും. എന്നുവെച്ചാൽ ജലചൂഷണം എന്ന് പറയുന്ന 1.5 വർഷത്തെ 2 വർഷത്തെ വെള്ളമെടുപ്പോടുകൂടി ജനങ്ങളും എല്ലാവരും ഇടപെട്ടു. വെള്ളം എടുപ്പ് നിർത്തി, കമ്പനി പോയി. നമ്മുടെ പ്രശ്നം വെള്ളം എടുക്കും. പക്ഷേ മാക്സിമം വെള്ളം അവർ ഊറ്റിയെടുത്ത് അവർ ലാഭം കൊയ്ത് പോയി. മൂന്നാമത് സർക്കാരിലേക്ക് പോകേണ്ടുന്ന ഫണ്ടുകളും ഈ കമ്പനി ഉത്തരവാദിത്തമായിട്ടുള്ള കമ്പനി രജിസ്റ്റർ ചെയ്ത് കൊക്കക്കോള കമ്പനിയുടെ അത് ഇന്നും എനിക്ക് അറിയില്ല അതെങ്ങനെയാണെന്നുള്ളത്. അത് നിങ്ങൾ ആരുടെടുത്തെങ്കിലും അത് കമ്പനി അങ്ങനെ ഉണ്ടായിരുന്നോ, കമ്പനി ഒരു ഉദ്ഘാടനമായിട്ടോ വളരെ ഇതായിട്ടോ ചെയ്തോ എന്നുള്ള കാര്യത്തിൽ എനിക്കിന്നും അജ്ഞാതമാണ്. അതൊരു പ്രൊഡക്ഷൻ കമ്പനി ടെസ്റ്റിങ്ങിലേക്കായിരുന്നു ചെയ്തത്. അത് ശിവഗംഗയിലേക്കല്ലേ കുറേ സാധനങ്ങൾ പോയത് ഇവിടുന്ന്, അല്ലേ? അപ്പോഴതുകൊണ്ട് സമരത്തിനെ പറ്റി പറയാൻ ഉള്ള കാര്യം. പിന്നെ ഇതിനകത്തുള്ള വലിയൊരു വിജയമുണ്ട്, അത് നമ്മളെപ്പോഴും കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു സമരം മൂലം, ജലസമരം മൂലം ജനങ്ങളിലേക്ക്, ഇന്ത്യയിലല്ല ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും ഒരു അവബോധം സൃഷ്ടിക്കാൻ കൊക്കക്കോള കമ്പനി കഴിഞ്ഞു. ഈ സമരത്തിനെതിരെ ജനവികാരം ഉണ്ടാക്കാനും ജനങ്ങളിലേക്കൊരു പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കാൻ അത് വലിയൊരു പാഠമാണ്.
ജലചൂഷണവും കമ്പനി പോയതിനപ്പുറം ജനങ്ങളിലേക്ക് ഒരു അവബോധം ഉണ്ടാക്കി. എനിക്ക് ഇവിടെ ഇങ്ങനെ അപ്പോഴ് പുതുതായിട്ടൊരു കമ്പനി വരുമ്പോൾ അവിടുന്ന് വെള്ളം എടുക്കുമ്പം ഞങ്ങളുടെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിക്കുമോ എന്ന് ജനങ്ങളിലേക്ക് ഒരു ചിന്ത ഉണ്ടാക്കാൻ ഈ സമരം കഴിഞ്ഞു. അതിവിടെ നിന്നല്ല, ലോകത്തെ പല രാജ്യങ്ങളിലും ഈ സമരം ഇതുപോലെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരുടെ മനസ്സിലെല്ലാം ഒരു കച്ചവട കണ്ണും കൂടെ ഉണ്ട്. നമ്മളിതിൻ്റെ രാഷ്ട്രീയം കൂടെ പറയണം, കോളയുടെ രാഷ്ട്രീയം കൂടെ നമ്മൾ പറഞ്ഞെങ്കിലേ പറ്റൂ. ഈ സമരം നമുക്ക് ശരിയായിരുന്നു, ഈ സമരത്തിന് നമുക്ക് ആവശ്യകതയായിരുന്നു. പക്ഷെ അതിനെ മുതലെടുക്കാനായിട്ടായിരുന്നു ആൾക്കാർ നിന്നത് കൂടുതലും. ആ കോളയിൽ ഇനി അവിടുത്തെ ആ കോളയിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളെയാണ് പലതും പ്രതീക്ഷിച്ചത്. അല്ലാതെ ആ കോള ഇല്ലാതാക്കലോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളം ആ സോഴ്സിനെ ഇല്ലാതാക്കി ഞങ്ങൾക്ക് മറ്റ് നേടി എന്നുള്ളതല്ല പ്രശ്നം. കോള പോലുള്ള കമ്പനികളെ ഇവിടുന്ന് തുരത്തുകയല്ലായിരുന്നു പ്രശ്നം. ചിലരുടെ കച്ചവടക്കണ്ണ് ഇവിടെ വളരെ വ്യാപകമായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താ, എല്ലാവരും കോളയ്ക്കെതിരായിട്ട് വന്നപ്പോഴേക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നവരെല്ലാം ഞാൻ പറയുന്നത് മോശമാണ്, ഞാൻ പറയുന്നത് കോളയോടൊപ്പം നിന്നില്ലെങ്കിൽ എനിക്കുള്ള രാഷ്ട്രീയം പിന്നോട്ട് വലിയും എന്നുള്ളത് കൊണ്ട് അവസാനം കൂടി വന്നതാണ്. ഇതിൻ്റെ രണ്ട് വശവും നമ്മൾ പറയണമല്ലോ. ഒരു കമ്പനി വരുമ്പോൾ കമ്പനിയെ മൊത്തത്തിൽ, ഒരു വ്യവസായം വരുമ്പോൾ ആ വ്യവസായത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കാനല്ല നമ്മൾ നോക്കുന്നത്. ഒരു വ്യവസായം വരുമ്പോൾ ജനങ്ങളിലേക്ക് എങ്ങനെ ആ വ്യവസായത്തെ കൊണ്ടുവരുന്നതിനോടൊപ്പം ജനങ്ങളുടെ ജീവിത രീതിയും കൂടെ ഉയർത്തുന്ന ഒരു കാര്യം എത്തണം, വേണ്ടേ? അതവിടെ സംഭവിച്ചിട്ടുള്ളോ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്. മറ്റെല്ലാം ആൾക്കാരുടെ രാഷ്ട്രീയ മുതലെടുപ്പാണ് കൂടുതലും നടന്നിട്ടുള്ളത്. ഫോട്ടോഗ്രാഫി മെമ്മറീസ് ഞാൻ പറഞ്ഞില്ലേ, രസകരമായ ഒരു ഫോട്ടോ ശിവേട്ടൻ്റെ കയ്യിൽ നിന്ന് കണ്ടായിരുന്നോ ഫോട്ടോ? ഇല്ല. എൻ്റെ കയ്യിൽ നിന്ന്. കാരണം വെച്ചാൽ അവസര സമരം നടത്തുമ്പോൾ സമരവേദിയിലെ അവിടെ ഇത്രയും കൊടികൾക്കും ആ സമരപ്പന്തലിന് മുമ്പിൽ ഒരു നായ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പടമുണ്ട്. ആ പടം വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന ഒരു പടമായിരുന്നു. ആ ഒരു പടമുണ്ട്. പിന്നെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സർവേകളുടെ കുട്ടികൾ അന്നേരം കർഷകരുമായിട്ടും കൃഷിക്കാരുമായിട്ട് ചെയ്യുന്ന അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് നിൽക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ പ്രദേശവാസികളുമായിട്ട് സംസാരിക്കുന്ന ഇതെല്ലാം മനസ്സിലെ നല്ല ഓർമ്മകളാണ്. അവരുടെ ആവശ്യകത, അവരുടെ ജീവിതവും ജീവിത രീതിയും സംസാരം, ഇതെല്ലാം അത് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർക്കുന്നതാണ്. എപ്പോഴും പോയി കഴിഞ്ഞാലും പ്ലാച്ചിമട വഴി പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇടി തീ കാണും.